ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഗ്രേവി ആയിട്ടോ റോസ്റ്റ് ആയിട്ടോ ഡ്രൈ ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഞാൻ ഇന്ന് പെപ്പർ ചിക്കൻ റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. പെപ്പർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് പെപ്പർ ചിക്കനിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ ചെറിയ ജീരകം ഇല്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പെരിഞ്ജീരകവും കുരുമുളകും മാത്രമായാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടായി കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടോ, ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് വേണ്ട പ്രധാന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടതെല്ലാം ഒന്ന് കാണാം. സവോള സ്ലൈസ് ചെയ്തത്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തത്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. ശേഷം ഇതിലേക്ക് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി നൈസാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കൂടെ 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 മീഡിയം സൈസ്ഡ് സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് സവോള നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുമ്പോഴേക്കും സവോള കളറൊക്കെ മാറി നല്ലപോലെ വഴണ്ടി വരും. സവോള ഇതുപോലെ വഴണ്ടി വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഇഞ്ചിയില്ലേ, അതും നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വരും. ഇതുപോലെ നീളത്തിൽ എരിഞ്ഞ് ചേർക്കുന്ന ഇഞ്ചി കറിയിൽ ഇടയ്ക്കിടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കി എടുക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തക്കാളി ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി വേഗം ഉടഞ്ഞു കിട്ടാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഇറങ്ങി വരും. ഇനി ഇടയ്ക്കിടെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് ചിക്കൻ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരുന്ന പെപ്പർ മസാലയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പെപ്പർ മസാല ചിക്കനുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ച് വരും. അതുപോലെ ഗ്രേവി കുറച്ച് വറ്റി റോസ്റ്റ് പാകത്തിലായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ദേ കണ്ടോ, ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് വറ്റി നല്ല റോസ്റ്റ് പരിവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന അതേ കളറിലും ടെക്സ്ചറിലും തന്നെയല്ലേ കിട്ടിയേക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ച് ഗ്രേവി കൂട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, റൈസ് ഇതിനൊക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.